നിഹാരിയെ ഈ സമയത്ത് വിളിക്കുന്ന എന്താ? നമ്മള് ഫോൺ ചെയ്താൽ പോലും അവൾ എടുക്കില്ലല്ലോ. അപ്പൊ അവള് വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. കോൾ എടുത്തിട്ട് സ്പീക്കർ ഓൺ ചെയ്യേ. ഹലോ ബേബി, എന്താ വിശേഷം? ഒരു സുഖമില്ല. പനി എന്തേലും പിടിച്ചോ? വരുമെന്ന് തോന്നുന്നു. എന്താ മോളെ? എനിക്ക് ഈ അമ്പല വീട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നത്. എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ശരിക്കും എന്താ സംഭവിച്ചേ? സമ്പ്രദായം എന്ന് പറയുമ്പോ വെള്ളം നിറയ്ക്കുക, ദീപം തെളിയിക്കുക, പൂജ ചെയ്യുക എന്നൊക്കെയാ കരുതിയ. ഇവിടെ പക്ഷെ അതിന് മുകളിലേ എല്ലാം. എന്ത് ചെയ്യാനാ മോളെ പറയുന്നേ? അതിരാവിലെ 3 മണിക്ക് എഴുന്നേക്കണോ അത്ര. ബ്രഹ്മമുഹൂർത്തോ അങ്ങനെ എന്തോ ഒരു പിണ്ണാക്ക് മുഹൂർത്തം ഉണ്ടെന്ന്. ആ മുഹൂർത്തത്തില് 9 കോടും തണുത്ത വെള്ളത്തില് തല സ്നാനം ചെയ്യണോന്ന്. അയ്യോ, എന്താ നിങ്ങൾ ഷോക്കായോ? ആ, നിങ്ങൾ കേട്ടത് സത്യമാ. മെയ് മാസത്തിൽ വരെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഞാനാ ഈ തണുപ്പത്ത് തണുത്ത വെള്ളത്തിൽ കുളിക്കണമെന്ന് പറഞ്ഞ നിങ്ങൾ പിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വന്ന് കാണേണ്ടി വരും. ഹെൽത്ത് പ്രശ്നമാണെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് രക്ഷപ്പെട്ടുകൂടെ നിനക്ക്? അതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രാവിലെ 10 മണിക്ക് എഴുന്നേക്കുന്ന നീ 3 മണിക്ക് എഴുന്നേൽക്കണോ? അതൊന്നും നിനക്ക് പറ്റുന്ന കാര്യമല്ല. നീ എന്തെങ്കിലും ഒന്ന് ചെയ്ത് വീട്ടിലേക്ക് വരാൻ നോക്കുമോളെ. പിന്നീട് ഉണ്ടാവുന്നതൊക്കെ നമുക്ക് നോക്കാം. എനിക്ക് അതിനുള്ള അവസരം പോലും തരാതെ ഒരുത്തി എന്നെ എവിടെ പെടുത്തി വെച്ചിരിക്കുക. ആരത്? അവളുടെ പേര് ആവനി. ഇവിടുത്തെ അമ്മയ്ക്ക് അറിയുന്ന പെണ്ണ. നേരത്തെ ഇവിടെ കുറച്ചു നാള് ഈ വീട്ടിൽ അതിഥിയായിട്ട് നിന്നത്രേ. പിന്നെ അത് കേറി വന്നിട്ടുണ്ട്. പുറത്തേക്ക് പറഞ്ഞയക്കാൻ പറയായിരുന്നില്ലേ? നിലവിൽ അതിനുള്ള അവകാശം എന്റെ കയ്യിലല്ല. കൂടാതെ എന്നെ ഈ വീട്ടിലെ മരുമകളാക്കില്ലെന്ന് അവന് എന്നെ ചലഞ്ച് ചെയ്തു. എന്റെ വീക്ക് പോയിന്റ് എന്താണെന്ന് അവൾക്ക് നേരത്തെ നന്നായിട്ട് അറിയാം. അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കും അവള്. ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കോ? റിവേഴ്സ് ആയിട്ട് ഞാനും ചലഞ്ച് ചെയ്തു. എത്രയും പെട്ടെന്ന് ആ ആവനിയെ ഞാൻ പുറത്തേക്ക് പറഞ്ഞയക്കും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ വലം കണ്ട് തുടിച്ചപ്പോ എന്തോ ദോഷം വരാൻ പോവാന്ന് പറഞ്ഞില്ലേ? ആ ദോഷം അവനുടെ രൂപത്തിൽ ഈ വീട്ടിൽ തന്നെയുണ്ട്. അതൊക്കെ ശരി. നാളെ രാവിലത്തെ കാര്യത്തിന് നീ എന്ത് ചെയ്യാനാ പ്ലാൻ? അത്ര രാവിലെ എഴുന്നേക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ഏതെങ്കിലും വിധത്തിൽ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വന്നാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ മോളെ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ശരി അമ്മ, വെക്കട്ടെ. മോളെ നിഹം എന്തോ നേടാനായി പോയതാ. ഇപ്പൊ അവിടെ പെട്ടപോലെയായി. അവര് കൊടുക്കുന്ന ആദ്യത്തെ പരീക്ഷണം തന്നെ മിസ്സാക്കി ഇങ്ങോട്ട് വന്നാലേ പിന്നെ ശ്രീകറുമായിട്ടുള്ള കല്യാണം നടന്നത് തന്നെ. ഞാൻ കൊടുത്ത പരീക്ഷണത്തിൽ നിഹാരിക ഒരിക്കലും തന്നെ വിജയിക്കാൻ പോകുന്നില്ല. അവളുടെ സ്വാർത്ഥതയും ചതിയും മാത്രമേ അവൾക്ക് കൂട്ടായിട്ടുള്ളൂ. നിന്റെ തെറ്റുകളും കുറ്റങ്ങളും നീയായിട്ട് തന്നെ അംഗീകരിച്ച് നീയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ളതെല്ലാം ഞാൻ ചെയ്യും. അങ്ങനെ സംഭവിക്കുമെന്ന് സ്വപ്നം കാണണ്ട. ചലഞ്ച് ചാലഞ്ച്. ഇപ്പൊ നീ ഈ വീട്ടിൽ കാല് വെക്കുന്നത് വളരെ വലിയൊരു കാര്യം സാധിക്കാൻ വേണ്ടി. ഒരു തരത്തിൽ ഇത് നിനക്ക് പത്മവ്യൂഹം പോലെയാ. അഭിമന്യുവിനെ പോലെ പ്രാണൻ കളയരുത്. വിജയം നീ നേടിയെടുക്കുന്നു. ചേച്ചി എന്നോട് പറഞ്ഞ പോലെ നിലവിലെ എന്റെ അവസ്ഥ ഇപ്പോ പത്മവ്യൂഹത്തിലെ അഭിമന്യുവിനെ പോലെ തന്നെയാ. എങ്ങനെയെങ്കിലും ഈ പത്മവ്യൂഹം ഞാൻ ഛേദിക്കണം. വിജയം നേടിയെടുക്കണം. എന്താ സംഭവിക്കുന്നെന്ന് കണ്ടെത്തണം.
എണീച്ചിട്ടുണ്ടാവില്ലെന്ന് വിചാരിച്ചു. അതിന് രാത്രി ശരിക്കും ഉറങ്ങിയാലല്ലേ? ഒട്ടും ഉറങ്ങാതെ ആരെയാ കാത്തിരിക്കുന്നേ? എന്നെ പോലെ അലാറം വെച്ച് കിടക്കായിരുന്നില്ലേ തനിക്ക്? എന്റെ ചിന്തകളും എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ഏട്ടാ. ഈ സമയത്ത് നിഹാരിക എഴുന്നേറ്റാ മാത്രം പോരാ, മംഗളസ്നാനത്തിന് എല്ലാം തയ്യാറാക്കി വെക്കാൻ വേണം. മിക്കവാറും അവള് നല്ല ഉറക്കത്തിലായിരിക്കും. അവളെ റൂമിൽ പോയിട്ട് നോക്കാം, വാ. യെസ്, നമ്മൾ വിചാരിച്ച പോലെ നിഹാരിക ഈ വീട്ടിൽ നിന്ന് പോയിന്നാ തോന്നുന്നേ. പുറത്തു പോയി നോക്കേട്ടാ, വാ. ഏട്ടാ, പുറത്തു പോയി നോക്കാം, വാ. ശിഖർ, അമ്മേ, നിഹാരിക അവളുടെ റൂമിലില്ല. ഇപ്പൊ ഞാൻ നോക്കിയതാ. നമ്മൾ പറഞ്ഞത് ചെയ്യാൻ പറ്റാതെ അവള് വീട് വിട്ട് പോയി കാണും. അറ്റ്ലീസ്റ്റ് ഒരാളോടെങ്കിലും അവൾക്ക് യാത്ര പറയായിരുന്നില്ലേ? അതോ അമ്മയോടെങ്കിലും? നിഹാരികയുടെ ഈ പ്രവൃത്തി കണ്ടപ്പോ നമുക്ക് എന്താ മനസ്സിലായത്? അവൾക്ക് നമ്മുടെ വീട്ടിലെ ആചാരങ്ങൾ ഫോളോ ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടാന്നല്ലേ മനസ്സിലായത്? അപ്പോ നിഹാരിക മംഗളസ്നാനം ചെയ്യാതെ മുങ്ങിയെന്നാണോ അർത്ഥം? നിഹാരിക അങ്ങനെ ചെയ്യുന്ന ആളാന്ന് തോന്നുന്നില്ല. എന്താന്ന് വെച്ചാ രാത്രി ഡൈനിങ് ടേബിളിൽ വെച്ച് അത്ര കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞതല്ലേ. അല്ല ചേച്ചി, മംഗളസ്നാനത്തിന്റെ കോൺസെപ്റ്റ് പറഞ്ഞപ്പോ അവളൊന്ന് ഷോക്ക് ആയതാ. നിഹാരികയുടെ മേല് ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെച്ചാ ഈ തണുപ്പത്ത് ഞങ്ങൾ എഴുന്നേറ്റ്. അല്ലെങ്കിൽ രാവിലെ 10 മണിക്ക് എഴുന്നേറ്റാ മതിയായിരുന്നു. ഈ സമയത്ത് എഴുന്നേക്കുന്നത് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടേ ഇല്ലല്ലോ. അതുകൊണ്ടാ മഞ്ഞുമല നിൽക്കുന്ന പോലുണ്ട്. എന്നാ പിന്നെ എന്തിനാ ഡിസ്കഷൻ? പോയി നമുക്ക് ഉറങ്ങാൻ നോക്കാം. സംശയങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കുന്നത് നിങ്ങൾ. വാസ്തവം എന്താണെന്ന് അറിയാൻ മാത്രം ശ്രമിച്ചേക്കരുത്. തുളസിത്തരുടെ അടുത്ത് പോയി നോക്കിയാലല്ലേ നിഹാരിക ഇവിടുന്ന് പോയോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. പൂജയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അവൾ ഈ ആവനിയൊന്നും അല്ല അച്ഛാ. ആദ്യം നമുക്കൊന്ന് പോയി നോക്കാലോ. ഈ തണുപ്പത്ത് പുറത്തേക്കോ? വേറെ വഴിയില്ല, വാ. ഇവളാണെങ്കിൽ മേല് മുഴുവൻ മൂടി പുതച്ചാ വന്നേ. ഇനി ഞാനിവിടെ കിടന്ന് വരയ്ക്കണമല്ലോ. എന്റേതും അതേ സെയിം സിറ്റുവേഷൻ. വാ, നടക്കൂ. നിഹാരിക ഉറപ്പായിട്ടും അവിടെ കാണില്ല.
അളിയൻ പറഞ്ഞതുപോലെ തന്നെ അവള് നല്ല പണി തന്നല്ലോ. കുടമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ കണ്ടിട്ടേ പേടിച്ചോടി പോയിട്ടുണ്ടാവും. രാത്രി അവളുടെ വാക്ക് കേട്ടിട്ട് ശരിക്കും അവള് തയ്യാറാവുമെന്നാ കരുതിയത്. അമ്മമ്മയ്ക്ക് നല്ല ഷോക്ക് കൊടുത്തല്ലോ. ചെറിയ ഷോക്കല്ല. ഒരടി അടിച്ചിട്ട് അവൾ അവളുടെ വഴിക്ക് പോയി. അവനെ പോലെ ആയിരിക്കില്ല എല്ലാ പെൺകുട്ടികളും അമ്മേ. പിന്നെ ഈ ആചാരങ്ങളൊക്കെ ഇന്നത്തെ വെള്ളിയാഴ്ച മാത്രമല്ലല്ലോ, ഇനി എല്ലാ വെള്ളിയാഴ്ച ചെയ്യാൻ പറഞ്ഞാലും അവനെ അതൊക്കെ ഈസി ആയിട്ട് ചെയ്യും. ആഴ്ചയിൽ ഒരു ദിവസമല്ല, ഒരാഴ്ച മുഴുവൻ ചെയ്യാൻ പറഞ്ഞാലും അവളത് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എല്ലാവരും അവനെ പോലെ ആയിരിക്കില്ല എന്ന്. അനാവശ്യമായിട്ട് അലാം വെച്ച് വെറുതെ എഴുന്നേറ്റു. എത്ര ഉറക്കം വെറുതെ പോയി. വന്നേ കറക്റ്റ് ആയിട്ട് കിട്ടിയല്ലോ. ഇനി നിങ്ങളുടെ ആചാരങ്ങളൊക്കെ മുന്നോട്ട് പോയത് തന്നെ. പിന്നെ നിഹാരിയേക്കാൾ മെച്ചം എന്റെ മകള് തന്നെയാ. ഹേട്ടാ, പറയൂ വേദ. നിഹാരിക ഇങ്ങനെ ചെയ്യുന്നത് ചതിയാ. ഉടനെ അവർക്ക് ഫോൺ ചെയ്യണം. നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയണം ചേട്ടാ. ഇത്തരം തെറ്റുകൾ എനിക്ക് സഹിക്കാനാവില്ല. ഇതോടെ 9 കുടം തയ്യാറായി. ഇനി അമ്മയുടെ സ്തോത്രം പഠിച്ച് മംഗളസ്നാനം ആരംഭിക്കാം. ജഗദ്ധാത്രീ നമസ്തുഭ്യം വിഷ്ണുശ്ച പ്രിയവല്ലഭേ യതോ ബ്രഹ്മാദയോ ദേവാ സൃഷ്ടിസ്ഥിത്യന്ധകാരിണഃ നമസ്തുളസി കല്യാണി. അവള് പോയിന്ന് വിചാരിച്ച് വായെ തോന്നിയതൊക്കെ പറഞ്ഞു. നീ കാരണം ഞാനും അവളെ കുറച്ചു നേരത്തേക്ക് തെറ്റിദ്ധരിച്ചു. എത്ര ഭക്തിയോടും ശ്രദ്ധയോടെ അവള് ചെയ്യുന്ന നോക്ക് ശ്രീ. തുളസീ പാതു മാം നിത്യം സർവാഭക്ത്യോപി സർവദാ കീർത്തിതാപി സ്മൃതാവാപി പവിത്രയതി മാനവം നമാമി ശിരസാ ദേവീം തുളസീം വിലസത്തനം. തുളസീദേവി എന്നോട് പറഞ്ഞതുപോലെ 9 കുടം തണുത്ത വെള്ളത്തില് മംഗളസ്നാനം ഞാൻ പൂർത്തിയാക്കി. വേദവതി അമ്മയുടെ കുടുംബത്തിലേക്ക് ഇത്രയും പെട്ടെന്ന് മരുമകളായി വരാൻ പറ്റുന്നത് എന്റെ പൂർവജന്മ സുഹൃത്തായിട്ടാണ് ഞാൻ കാണുന്നത്.
കല്യാണ നിശ്ചയം കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് പാതി കല്യാണം കഴിഞ്ഞതുപോലെയാണ്. എന്റെ കുടുംബത്തിലുള്ള ഒരാൾക്കും ഒരു ദോഷവും അനിഷ്ടങ്ങളും സംഭവിക്കരുത്. ഞങ്ങളെ എല്ലാവരെയും നല്ലപോലെ നോക്കണം, നന്നായി അനുഗ്രഹിക്കണം. അയ്യോ, എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നോ? അതായത് ഞാൻ രാവിലെ എഴുന്നേറ്റ് തുളസി പൂജ ചെയ്യുകയില്ലയോ എന്ന് സംശയമുള്ളത് കൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വന്നതാ. അത് തന്നെയാ. നീ ഇത് ചെയ്യാതെ ഇവിടുന്ന് രക്ഷപ്പെട്ടെങ്കിൽ അത് നന്നായനേന്ന് ചിലരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ മൗനത്തിൽ കാണാനും ഉണ്ട്. ആവനിയെ നോക്കിയാണല്ലോ പറയുന്നേ. ഇനി അഥവാ ആവനി എങ്ങാനും അതിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നോ? ആണോ ആവനി? ലാവണ്യ ചേച്ചി പറഞ്ഞത് സത്യമാണോ? ഞാൻ എപ്പോ എന്താഗ്രഹിച്ചാലും അത് ഈ വീടിന്റെ ക്ഷേമത്തിന് വേണ്ടി മാത്ര, ദോഷത്തിന് വേണ്ടിയല്ല. അപ്പോ നമ്മള് രണ്ടുപേരും ഒരുപോലെയാ? അതെ, നമ്മൾ രണ്ടും ഒരുപോലെ. ഭാവി മരുമകൾക്ക് ചെയ്യാനുള്ളത് ഇനി അങ്ങോട്ട് ഇതേപോലെ ഒരുപാടുണ്ടാവും. അതിന് നീ തയ്യാറായിരിക്കണം. തീർച്ചയായും. അമ്മ എന്നെ ആശീർവദിക്കണം. എനിക്ക് മോളെ, എത്രയോ ഭയഭക്തിയോടെ ജീവിക്കുന്നവർക്ക് പോലും ഇന്നത്തെ കാലത്ത് ഇത്ര രാവിലെ എഴുന്നേറ്റ് സ്നാനം ചെയ്യുന്നത് സാധ്യമല്ല. നീ ശരിക്കും വലിയവളാ മോളെ. ഈ വീടിന് ചേരുന്ന കുട്ടിയാ. നീ എല്ലാവരുടെ അംഗീകാരം നേടിയെടുക്കുമെന്ന് ഈ സംഭവത്തോടെ എനിക്ക് ബോധ്യമായിരിക്കുന്നു മോളെ. നിങ്ങൾ എല്ലാവരും തന്നെ നിഹാരികയെ കണ്ട് പഠിക്കാൻ നോക്ക്. ഇങ്ങനെ ചെയ്യാൻ ഈ ജന്മം നിങ്ങൾക്ക് പറ്റുമോ മക്കളെ? ശ്രീകരേട്ടനെ എനിക്ക് തരുമെന്ന് പറ, ഞാൻ കുളത്തിൽ പോയി മുങ്ങാം. കാവ്യ, എന്താ ഈ പറയുന്നേ? ശ്രീകരേട്ടൻ എന്റെ സ്വന്തമാ, മറ്റൊരാളും ആശിക്കാൻ പോലും പാടില്ല. മംഗളസ്നാനം അവസാനിച്ചില്ലേ, ഇനി പോകാൻ നോക്ക്. എന്തൊക്കെ ആയാലും നീ ഗ്രേറ്റ് ആണ് നിഹാരിക. മോള് വാ, നമുക്ക് തല തോർത്താം.
എന്താ ഏട്ടാ അങ്ങനെ നോക്കുന്നേ? എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നുവാ. എന്തിന്? എന്ത് കാര്യത്തിന്? അത് തന്നെ, നീ മംഗളസ്നാനം ചെയ്ത കാര്യത്തില്. നമ്മൾ രണ്ടുപേരും കല്യാണത്തിന് മംഗളസ്നാനം ചെയ്യണമെങ്കിൽ എന്റെ കടമകളൊക്കെ ഞാൻ പൂർത്തിയാക്കിയല്ലേ പറ്റൂ.